ഇപ്പോൾ നമ്മൾ ചിതറ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നേരിട്ട് തന്നെ വിളിക്കുകയാണ്. കാര്യം പലപ്പോഴും പലരും കമന്റിലൂടെയും അല്ലാതെയും ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിപ്രായം തേടുന്നില്ല എന്നുള്ളതാണ്. നമുക്കങ്ങനെ പട്ടിയെ കൊല്ലാനോ മറ്റു കാര്യങ്ങൾ ഉത്തരവ് കൊടുക്കാനുള്ള ശേഷിയൊന്നും പഞ്ചായത്തിലില്ല. നമസ്കാരം. ചുവട് ന്യൂസ് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചിതറ പഞ്ചായത്തിലെ ഐരക്കുടി എന്ന സ്ഥലത്താണ്. ഐരക്കുടി എന്ന സ്ഥലത്ത് ഏകദേശം അരമണിക്കൂർ മുമ്പ് ഒരു സംഭവം നടന്നിരിക്കുന്നു. 7 പേരെ പേപ്പട്ടി കടിച്ചിരിക്കുന്നു എന്നുള്ള വലിയ വാർത്തയാണ്. പേപ്പട്ടി, നമുക്കറിയാം, തെരുവ് നായയുടെ ശല്യം കഴിഞ്ഞ ദിവസങ്ങളിലും ചിതറ പഞ്ചായത്തിൽ വലുതാണ്. ചിതറ പഞ്ചായത്തിൽ സമരവും നിവേദനങ്ങളും കൊണ്ട് കുന്നുകൂടുകയാണ്. ഇന്ന് ഐരക്കുഴി എന്ന സ്ഥലത്ത്, ചിതറ പഞ്ചായത്തിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഐരക്കുഴി എന്ന സ്ഥലത്ത് 4 വാർഡുകൾ പങ്കിടുന്ന ഐരക്കുഴി എന്ന സ്ഥലത്താണ് 7 പേരെ കടിച്ചിരിക്കുന്നത്. ഈ 7 പേരെയും കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും 7 പേരെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ സ്കൂൾ കുട്ടികൾ വന്ന് പാസ് ചെയ്ത് പോകുന്ന സ്ഥലമാണ്. അതായത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകുന്ന സ്കൂൾ കുട്ടികളെ ഈ പട്ടി ഓട്ടിക്കുന്നത് കണ്ടാണ് ഡ്രൈവറായിട്ടുള്ള ആതിരൻ എന്ന് പറയുന്ന ആൾ ഈ പട്ടിയെ തടയാൻ പോകുന്നത്. പട്ടിയെ തടയുന്ന സമയത്താണ് ആതിരന് കടിയേറ്റുന്നത്. അതുപോലെ മറ്റൊരു ഡ്രൈവർ അരുൺ, അങ്ങനെ തുടങ്ങി ഈ ജംഗ്ഷനിൽ ഉണ്ടായിരുന്നവർക്കാണ് ഈ കുട്ടികളെ കടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അവർ തടഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് അവർക്ക് കടിയേറ്റുന്നത് എന്നാണ് ഇവിടെ ദൃക്സാക്ഷികളായിട്ടുള്ള ഞങ്ങളോട് പറഞ്ഞത്. ഇന്ന് ഏകദേശം ഒരു 6 മണിയോടുകൂടി ഐരക്കുഴി ജംഗ്ഷനിൽ അവിടെ നിന്ന് ടാക്സി ആട്ടോ ഓടിക്കുന്നവരും എല്ലാം ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന സമയത്ത് പിക്കപ്പ് ഓടിക്കുന്ന ആതിരന് അവിടെ ചെന്ന് പട്ടി മുഖത്ത് കടിക്കാൻ നോക്കുകയും പല സ്ഥലത്ത് കടിക്കാൻ നോക്കിയിട്ട് തള്ളിയിട്ട് കടിക്കാൻ നോക്കിയപ്പോൾ അവൻ ചെറുത്ത് നിന്ന് നിന്നതിൻ്റെ ഫലമായിട്ട് അവന് 3-4 കടി കിട്ടി നേരെ ഇപ്പുറം വന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പലരെ ആക്രമിക്കാൻ നോക്കി. അപ്പോൾ അരുണിനെ ആ കൂട്ടത്തിൽ നമ്മളെല്ലാം പട്ടിയെ കീഴ്പ്പെടുത്താൻ നോക്കിയോ പട്ടി അരുണിനെ ആക്രമിച്ച് അരുണിനെ കടിച്ച് അരുൺ മറിഞ്ഞു വീഴുകയും ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിന് ശേഷം പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞു, പിന്നെ അതോറിറ്റികളെല്ലാം വിളിച്ച് പറഞ്ഞിട്ടും യാതൊരു വിധമായ 5 മണി കഴിഞ്ഞത് കൊണ്ട് ഒരു ലാഗിങ്ങായി അത് കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നെ ഇപ്പോൾ തൽക്കാലം എന്നുള്ള ഒരാൾ ഇവിടെ വന്ന് പട്ടിയെടുത്ത് അവിടെ കുഴിച്ചിട്ട്, മാത്രമല്ല തെരുവ് നായ ശല്യം കൊണ്ട് അതിരൂക്ഷമായ പ്രശ്നങ്ങളാണ് ഐരക്കുഴിയിൽ ഉണ്ടാകുന്നത്. രാവിലെ 5 മണിക്കൊന്നും ഐരക്കുഴി ജംഗ്ഷനിൽ കാലുകുത്താൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് തെരുവ് നായ ശല്യം. അതിനൊരു ഉദാഹരണമാണ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ശേഷം ഈ ഐരക്കുഴി നടന്നത്. ഏകദേശം 7ഓളം പേർക്ക് കടിയേറ്റു, മറിഞ്ഞു വീണ് കൈയും കാലും ഒടിഞ്ഞ് ഇപ്പോൾ അവരെ മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്തതായിട്ടാണ് അറിയുന്നത്. നിരന്തരമായി ഇട്ടുള്ള ഈ തെരുവ് നായ ശല്യത്തിന് നമ്മുടെ പഞ്ചായത്തിൻ്റെ വകുപ്പിൽ നിന്ന് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. നിരന്തരം 100 കണക്കിന് കുട്ടികളും വലിയ മുതിർന്ന ആൾക്കാരും എല്ലാം സഞ്ചരിക്കുന്ന ഈ റോഡിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായയെ കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യാത്തൊരു അവസ്ഥയാണുള്ളത്. ഇതിനൊരു പരിഹാരം ഉടൻ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം സംഘടിച്ച് ഞങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ ഒരു സമരം ചെയ്യും എന്നൊരു മുന്നറിയിപ്പ് നമ്മളിവിടെ നൽകുകയാണ്. ഇപ്പോൾ നമ്മൾ ചിതറ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നേരിട്ട് തന്നെ വിളിക്കുകയാണ്. കാര്യം പലപ്പോഴും പലരും കമന്റിലൂടെയും അല്ലാതെയും ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിപ്രായം തേടുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും ഈ വിഷയത്തിൽ ചിതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ ചിതറ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് വിളിക്കുകയാണ്. ഈ വിഷയത്തിൽ എത്തരത്തിലുള്ള പരിഹാരമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എടുക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തെ വിളിച്ച് തന്നെ നേരിട്ട് ചോദിക്കാം. ഹലോ, നമസ്കാരം. നമ്മൾ ചുവട് ന്യൂസ് എന്നാണ് പ്രസിഡന്റ്. ഇപ്പോ ഐരക്കുടിയിൽ ഏകദേശം 4-5ഓളം പേരെ പട്ടി കടിച്ചത്, തെരുവുനായ കടിച്ചതായിട്ടാണ് അറിയുന്നത്. പ്രസിഡന്റ് അറിഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു 6 പേരെ പട്ടി കടിച്ചു എന്നാണ് വിവരം. അവരെ ഇപ്പൊ പട്ടിയെ അടിച്ചു കൊന്നെന്നും ആ പട്ടിയെ കുഴിച്ചിട്ടു എന്നും സൂചിപ്പിച്ചു. ബന്ധപ്പെട്ടപ്പോഴോ പോയിട്ടുണ്ടെന്നും അറിയാൻ കഴിയും. ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലോട്ടാണ് ഇവരെ മാറ്റിയിരിക്കുന്നത്. അതെ, ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. നിലവിൽ നമുക്ക് ആ പട്ടിയെ അടിച്ചുകൊണ്ട് കുഴിച്ചിട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഞ്ചായത്തും തന്നെ അതിന്റെ ചെലവും മറ്റു കാര്യങ്ങളും നടത്താനാവും. എന്നാൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് മാത്രമേ പറയാനാവൂ. നമുക്കങ്ങനെ പട്ടിയെ കൊല്ലാനോ മറ്റു കാര്യങ്ങൾ ഉത്തരവ് കൊടുക്കാനുള്ള ശേഷിയൊന്നും പഞ്ചായത്തിലില്ല. ഗവൺമെന്റ് തന്നെ ഇപ്പോ ഈ പട്ടി രോഗബാധിതരായ പട്ടികളെ ദയാമതം എന്ന നിലവാരത്തിൽ എടുക്കുന്നതിന് വേണ്ടി ഒരു ക്യാബിനറ്റ് തീരുമാനമെടുത്ത് അറിയിച്ചു. ബന്ധപ്പെട്ട പത്രങ്ങളിലെല്ലാം വാർത്തയുണ്ടായിരുന്നു. പ്രതിഷേധികളായ ആളുകൾ പോയി ഹൈക്കോടതി പോയി സ്റ്റേയും മേടിച്ചു. ഇതിപ്പോ നമ്മുടെ പഞ്ചായത്തിൽ രൂക്ഷമായാണ് ഇത് തുടരുന്നത്. അപ്പൊ പഞ്ചായത്തിന്റെ എന്തെങ്കിലും നിയമ നടപടികൾ ഉടൻ ഉണ്ടാവൂ? അതെ,
നിയമ നടപടി കൂടുതൽ കൂടിയാലോചനകൾ ബന്ധപ്പെട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ആലോചന നടക്കും, പുറമെ ആലോചിക്കും ഇക്കാര്യത്തിൽ. എന്നാൽ ബന്ധപ്പെട്ട കാര്യത്തിലുള്ള മനസ്സിലാക്കിയിരിക്കേണ്ടത് ABC പ്രോഗ്രാം നടക്കുന്ന പഞ്ചായത്താണ് കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം. ഈ പട്ടികളെയെല്ലാം രാത്രികളിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിടുന്നതാണ്. മറ്റൊന്ന്, ഈ തെരുവ് പട്ടിക്കുള്ള ആഹാരം തെരുവ് കിട്ടുന്നു. അത് നമ്മളെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഇറച്ചിക്കടകളിൽ നിന്നുമായി ബന്ധപ്പെട്ട് ഈ ആഹാരം കൊടുക്കുന്നത് കൊണ്ടാണ് ഈ പട്ടികൾ തമ്പടിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ബോധവൽക്കരിച്ച് മനുഷ്യർ തന്നെ അതിന് പരിഹാരം കണ്ടെത്തുക അല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പ് കാണുന്നില്ല. ആഹാരം കിട്ടാതിരുന്നാൽ പട്ടികൾക്ക് കൊടുക്കും. ഈ ആഹാരം കിട്ടുന്നു എന്നുള്ളതാണ് മൃഗസ്നേഹികളും ആയ ആളുകളുടെ മനസ്സിലുണ്ടാവുന്ന വിഷയം. അല്ല പ്രസിഡന്റ് ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം ചോദിക്കും. കാര്യം ജനങ്ങൾക്ക് ഭയാനകമാണ്. ഇപ്പൊ ഐരക്കുടിയിൽ സംഭവിച്ചു, കൊല്ലായി സംഭവിച്ചു, ഇങ്ങനെ തുടർക്കഥയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് അടിയന്തരമായ ഒരു ആലോചന യോഗം നടത്തി ഇതിന് എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം കാണുമോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. 4-ാം തീയതി കൊടുത്ത പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യപ്പെട്ട ഉടൻ തന്നെ ഒരു ആലോചന യോഗം നടത്തി. ഓക്കെ പ്രസിഡന്റ്, പഞ്ചായത്ത് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. 4-ാം തീയതി പഞ്ചായത്ത് കമ്മിറ്റി, നിങ്ങളിപ്പോ കൃത്യമായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ വിവരങ്ങളാണ് നിങ്ങൾ കേട്ടത്. 4-ാം തീയതി പഞ്ചായത്ത് കമ്മിറ്റി കൂടുന്നുണ്ട്. കൃത്യമായും പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇത് ആലോചിക്കും. എന്ത് നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് തീരുമാനിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ ഞങ്ങളോട് വളരെ ലൈവായി ഇപ്പൊ നിങ്ങളെ മുന്നിൽ വെച്ചാണ് ഞാൻ വിളിച്ചത്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് മന്ത്രിസഭ ക്യാബിനറ്റിൽ ഇത് ചർച്ചയായി. ഇതിന് നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. എങ്കിൽ മൃഗസ്നേഹികളായിട്ടുള്ളവർ ഹൈക്കോടതിയിൽ പോയെന്നുള്ള ഒരു വാദം കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായും നിയമപരമായ ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. തീർച്ചയായും 4-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം. 4-ാം തീയതി പഞ്ചായത്ത് കമ്മിറ്റി കഴിയുമ്പോൾ അടിയന്തരമായ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ അറിയിച്ചത്.